ഹലോ ഹലോ, ഇത് അപ്രമാസു ഫുഡ് പ്രോഡക്ട്സ് അല്ലേ? അതെ. അതിന്റെ MD മായാ മാഡത്തിനൊന്ന് കിട്ടുമോ? മായ മേഡവോ? ഞാൻ എവിടുത്തെ MD? സുമ പ്രകാശ് കുമാർ. മായാ മാഡമാണ് അവിടുത്തെ MD എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അയ്യോ, അതൊരു തെറ്റായ അറിവാണല്ലോ. ഇവിടുത്തെ MDയും എല്ലാം ഞാൻ തന്നെയാ. ഞാൻ മാത്രം. നിങ്ങൾക്കിപ്പോ എന്തു വേണം? അപ്പോ ഈ മായാ മാഡം? ചെറിയൊരു പാർട്ട്ണർ. നിങ്ങൾക്കിപ്പോ എന്തു വേണം അത് പറയൂ. ഞാൻ സാന്ദ്ര പ്രൊവിഷൻ സ്റ്റോറിന്നാ. അപ്രമാസു ഫുഡ് പ്രോഡക്റ്റിന് നല്ല മൂവിംഗ് ഉണ്ട്. നാളെ അവിയലും തോരനും കുറച്ച് കൂടുതൽ പാക്കറ്റുകൾ വേണ്ടിവരും. അത് ശരിയാക്കാം. നാളെ ആ റൂട്ടിൽ വാൻ വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ മാഡം, ഫുഡ് പ്രോഡക്റ്റിന്റെ പാക്കറ്റുകൾ കുറച്ചുകൂടി ഭംഗി വരുത്തിയാൽ നന്നായിരിക്കും. ഷെൽഫിൽ നിരത്തി വെക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ശ്രദ്ധ പെട്ടെന്ന് കിട്ടുന്ന തരത്തിലുള്ള പാക്കറ്റുകളായാൽ കൂടുതൽ നന്ന്. ശരി, അങ്ങനെ ചെയ്യാം. വേറൊന്നുമില്ലല്ലോ? ഓക്കെ. അയ്യടാ, അവന്റെ ഒരു സാന്ദ്ര പ്രൊവിഷൻ സ്റ്റോഴ്സ്. ഡേയ്, നീ എന്തിനിങ്ങനെയൊക്കെ സംസാരിച്ചേ? വേണം. അരിമാവിനും ദോശമാവിനും ആളുകൾ തിക്കി തിരക്കുന്നുണ്ടെന്ന മാഡങ്ങളുടെ വിചാരം. രണ്ടും കൂടി ഭർത്താക്കന്മാരെ കടത്തിവിട്ടാൻ തുടങ്ങിയ കച്ചവടമല്ലേ? ആ കച്ചവടം നടക്കുന്നതിനിടയിലേ നമുക്കും വല്ലതും തടയാതെ വിടുന്നത് ശരിയല്ലല്ലോടാ. നാളെ പാക്കറ്റ് മനോഹരമാക്കാൻ ഈ മനോഹരനും മണിയനും ഒരു ചെറിയ തട്ടിപ്പങ്ങ് നടത്തും. ഓക്കേ? ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ? പിന്നെ സാന്ദ്ര പ്രൊവിഷൻ സ്റ്റോഴ്സ് എന്ന് വിളിച്ചിരുന്നു. നമ്മുടെ ഫുഡ് പ്രോഡക്റ്റിന്റെ മാർക്കറ്റിൽ നല്ല മൂവിംഗ് ഉണ്ടെന്ന്. അത് പിന്നെ എങ്ങനെ കാണാതിരിക്കും? ഉദ്ഘാടനം ചെയ്ത് മായ അശോക് കുമാർ അല്ലേ? എന്റെ മനസ്സിന്റെ ശുദ്ധി, അല്ലാതെ എന്ത് പറയാനാ. ഹലോ, അപ്രമാസു മാനേജിംഗ് ഡയറക്ടർ മായ അശോക് കുമാർ സ്പീക്കിംഗ്. അതെ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അത് ശരി. അപ്പൊ നാട്ടുകാരോടൊക്കെ ഇതിന്റെ MD ഇവളാണെന്നാണ് പറഞ്ഞിരിക്കുന്നതല്ലേ? ശരിയാക്കി തരാം. ഓ ശരി, എത്തിക്കാം. ഓക്കെ. അയ്യോ, ചേച്ചി, നമ്മുടെ പ്രോഡക്റ്റ് ഗംഭീരമായി മുന്നേറുകയാണ്. ഇന്ന് കൊണ്ടുപോയതില്ല ഇത്രയേ ഉള്ളൂ മിച്ചം. ആ ജപ്പാൻ സുലു ഭയങ്കര കൈപ്പുണ്യമുള്ളവനാ. നമ്മുടെ അവിയലിനൊക്കെ നാട്ടുകാർക്കിടയിൽ ഭയങ്കര പേരാ. പിന്നെ രാവിലെ പലരും അവിയലും തോരനും തിന്നിട്ടാണ് ചായ കുടിക്കുന്നത് പോലും. എല്ലാം എന്റെ മനസ്സിന്റെ നേരെ, അല്ലാതെ എന്ത് പറയാനാ. എന്തായാലും ആ ജപ്പാൻ നമുക്കൊരു മുതൽക്കൂട്ടാ. അവന് വിടരുത്. അവൻ പല ഡിമാൻഡുകളും വെക്കും. അതെല്ലാം അംഗീകരിച്ച് കൂടെ നിർത്തിയാ നമുക്കിതൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അശോകേട്ടും വിവരം അറിഞ്ഞ് വളരെ ഹാപ്പിയാ. ആണോ? ഒരാഴ്ച കൊണ്ടല്ലേ നമ്മൾ പ്രശസ്തരായത്. എന്റെ മനസ്സിന്റെ ഒരു നേരെ, മനസ്സ് നന്നായ നമ്മൾ ഗുണം പിടിക്കുക തന്നെ ചെയ്യും. അത് വാസ്തവം. മനസ്സ് ക്ലിയർ ആയിട്ടുള്ള ഒരാളുണ്ടായ കൂടെ നിൽക്കുന്നവൻ സ്വല്പം കുഴുത്തുരുമ്പാണെങ്കിലും അവനും രക്ഷപ്പെട്ടോളൂ. മനസ്സിലായി. എന്നെ ഉന്നം വെച്ചല്ലേ നീ ഇത് മനോഹരനെ കൊണ്ട് പറയിച്ചത്. നിന്നെ ഞാൻ എടുത്തോളാവിടി. അല്ല ചേച്ചി എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. പിന്നെ ചേച്ചി, നമ്മുടെ പാക്കറ്റ് ഒന്ന് മാറ്റണം. എല്ലാ കടക്കാരും പറയുന്നു നമ്മുടെ പ്രോഡക്റ്റ് ഇടുന്ന പാക്കറ്റ് കാഴ്ചക്കൊരു അട്രാക്ഷൻ പോരുന്നു. നല്ല കുറച്ച് പാക്കറ്റ് റെഡിയാണ്. അത് വേണം. അത് ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. വേണമെങ്കിൽ കവറിന് പുറത്ത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ വെക്കാം. അതിന് ഇതൊരു വെറ്റിനറി ഫുഡ് പ്രോഡക്റ്റ് അല്ലല്ലോ മോളെ. ചേച്ചി വല്ല പറഞ്ഞോ? ഇല്ല. അല്പം മുമ്പ് സാന്ദ്ര പ്രൊവിഷൻ സ്റ്റോറിന്റെ ഉടമ എന്നെ ഇക്കാര്യം ഫോണിൽ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് ക്യാഷ് വേണം. പാക്കറ്റ് നാളെ തന്നെ പ്രിന്റിംഗ് കൊടുക്കണ്ടേ? ഓ ശരി, ഞാൻ ചേച്ചി ഞാൻ ഇറങ്ങുവേ. ഓ അശോട്ടാ, ഞാൻ ഇറങ്ങാൻ പോവാ. പിന്നെ അപ്രമാസം സൂപ്പർ ഹിറ്റാ. എല്ലാവർക്കും നല്ല അഭിപ്രായമല്ലേ? ഇനി നമ്മുടെ ഫാമിലി ഫോട്ടോ വെച്ചാ പ്രിന്റ് ചെയ്യാൻ പോണേ. എല്ലാം എന്റെ മനസ്സിന്റെ നേരാ. ഞാൻ വരുന്നു. ശരി.
ചേച്ചി ഉം? എന്തിനാ ചേച്ചി മനോഹരൻ ഇപ്പൊ കാശ് കൊടുത്തത്? നമ്മുടെ പ്രോഡക്റ്റിന്റെ പാക്കറ്റ് കുറച്ചുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കണം. മനോഹരൻ നാളെ ഏതോ പ്രിന്റിംഗ് കമ്പനി കൊടുത്ത് പുതിയ പാക്കറ്റ് ഏർപ്പാടാക്കാന്ന് പറഞ്ഞു. ആഹാ, മനോഹരൻ ഏർപ്പാടാക്കും. എടാ, നാളെ ചിലപ്പോ കുറച്ച് കൂടുതൽ കറികൾ തയ്യാറാക്കേണ്ടി വരും കേട്ടാ. ദേ ഒരുമാതിരി കണ്ണിച്ചോരയെല്ലാം സംസാരിക്കരുത്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് പെടപ്പാട് പെടുക. നിന്നെ കുറിച്ച് ഞാൻ ഇവിടുത്തെ മാഡം കൂടി പറയായിരുന്നു. എന്ത് പറഞ്ഞു? ഞാൻ പഴയ റഷീദാണെന്നും അരുൺ പാണ്ഡ്യ ഹോട്ടലിലെ വെയിറ്റർ ആണെന്നും പറഞ്ഞാ? നീ വലിയ 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കാണെന്ന് ഇവരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നേ. നീ ആ വെയിറ്റ് കളയരുത്. പിന്നെ ശമ്പളം, അലവൻസ്, TA, DA, BF അതെല്ലാം കുറച്ച് കൂടുതൽ ചോദിച്ചു വാങ്ങണം. അവരത് തരാൻ തയ്യാറാ. അതൊക്കെ ഞാൻ ചോദിച്ചു മേടിച്ചോളാം. വാങ്ങിച്ച് നീ ഒറ്റക്ക് വിഴുങ്ങരുത്. വാങ്ങുന്നതിൻ്റെ ഒരു വിഹിതേ എനിക്ക് കൂടി തരണം. നീ അരുൾ പാണ്ഡ്യ ഹോട്ടലിലെ വെയിറ്ററാണെന്ന് അവരാരെങ്കിലും അറിയുന്നതിന് മുമ്പ് മാക്സിമം ഊട്ടണം. അതിനല്ലേ 5 സ്റ്റാർ ഹോട്ടലിൽ കുക്കാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നേ. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നാളെ കുറച്ച് കൂടുതൽ മാവ് വേണ്ടി വരും കേട്ടോ. എന്തിന്? ഇപ്പൊ തന്നെ 2-3 പാത്രം ഉഴുന്ന് അങ്ങോട്ട് അരച്ച് മാറ്റി വെച്ചല്ലേ ഉള്ളൂ. ഓ എടാ, അതിലേതോ പൂച്ചക്കുട്ടിയോ മറ്റോ വീണെന്നാണല്ലോ പെണ്ണുമുള്ള പറഞ്ഞേ. പൂച്ചക്കുട്ടി ഇന്നലെ 3 എലിക്കുഞ്ഞുങ്ങൾ വീണ മാവാ ഞാൻ കവറിലാക്കി കൊടുത്തത്. എടാ, നീ ആളുകളെ എലിപ്പനി പിടിപ്പിച്ച് അടങ്ങുള്ളൂ. ഒന്നും പിടിക്കില്ല. ആ പൂച്ച വീണ മാവേ നീ ഞാൻ കവറിലേക്ക് കൊടുത്തേക്ക്. എലിപ്പനി വന്നാലേ പൂച്ച പിടിച്ചോളും. രാമനോഹര എന്റെ കൊക്കില് ജീവന നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കൂല. ഹലോ, ഓർഡർ ചെയ്തതനുസരിച്ച് 500 പേർക്ക് വിളമ്പാനുള്ള ഇഡ്ഡലിയുടെ മാവ് അവിടെ എത്തിയില്ലേ? അയ്യോ, മാവ് തികഞ്ഞില്ലെങ്കിൽ വിളിച്ചാ മാവ് അവിടെ എത്തിക്കാം. എങ്ങനെ? വളിച്ച മാവ് എത്തിക്കാന്നല്ല, വിളിച്ചാ മതി മാവ് അവിടെ എത്തിക്കാന്ന്. പിന്നെ സാമ്പാർ, ചമ്മന്തിപ്പൊടി, 24 ദിവസം പഴക്കമുള്ള, അല്ല 24 ദിവസം വരെ കേടുകൂടാതിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള വട, അങ്ങനെ എന്ത് വേണമെങ്കിലും അപ്രമാസ് ഫുഡ് പ്രോഡക്ട്സിലൊന്ന് വിളിച്ചു പറഞ്ഞാ മതി. ഓക്കെ, താങ്ക് യു, വെൽക്കം. ആരാടാ മണിയെ വിളിച്ചത്? അത് പിന്നെ ചേച്ചി, മറ്റേ 16 അടിയന്തര നടത്തുന്ന വീട്ടിൽ നാ വിളിച്ചേ. അവിടെ ചിലപ്പോ 500-ലധികം പേർക്ക് ഇഡ്ഡലി വിളമ്പേണ്ടി വരുമെന്ന്. അതിന് നമുക്ക് അഡീഷണൽ മാവ് എത്തിക്കേണ്ടി വരും. ആ പൂച്ചക്കുട്ടി വീണ മാവ് ഒരു പാത്രത്തിലാക്കി കൊടുത്തയച്ചതല്ലേ? എന്നിട്ടും തികഞ്ഞില്ലേ? തികഞ്ഞില്ലായിരിക്കും. സാരമില്ല, തികഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജപ്പാൻ സുലുവിന്റെ കെയർ ഓഫിൽ ഏതോ ഹോട്ടലിൽ നിന്ന് മാവ് എത്തിച്ചു കൊടുക്കാന്ന് മനോഹരൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, പിന്നെ ആ മനോഹരനൊന്ന് സൂക്ഷിക്കണം. അവനാളത്ര ശരിയല്ല. അനധികൃതമായി ചില സാമ്പത്തിക ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ഈ സുമ ആരെന്നറിയാതെയാ അവന്റെയൊക്കെ ക്രമക്കേട് കാണിക്കല്. ഞാനേ സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാറിന്റെ ഭാര്യയാ സുമാ പ്രകാശ് കുമാർ. അവനൊന്നും ശരിക്കെന്നെ മനസ്സിലാക്കിയിട്ടില്ല. വനിതാ പോലീസിന്റെ റോൾ എടുക്കേണ്ട സന്ദർഭം വന്നാൽ അതിനും റെഡിയാ ഈ സുമാ പ്രകാശ് കുമാർ. ചേച്ചി, മാവ് കച്ചവടം നമ്മൾ വിചാരിച്ചാലും ഗംഭീരമായിട്ട് മുന്നേറുന്നു. അതെ അതെ, എല്ലാം മായച്ചയുടെ മനസ്സിന് നേരുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഉള്ളിൽ കള്ളവില്ല, കപടവും ഇല്ല. നേരെ വാ നേരെ പോ, അത് മാത്രം എന്റെ രീതി. അതാണ് എന്റെ വിജയവും. ചേച്ചി, ഇന്നത്തെ കാലത്ത് ഈ പാവത്തം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ആ സുമ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ. ചിലപ്പോ പോലീസിന്റെ മുട സ്വഭാവം അവരെടുത്തുവിടുന്നില്ല. മനോഹരൻ എന്താ പറഞ്ഞു വരുന്നേ? അല്ല, ഈ വിറ്റ് വരുന്ന കാശൊക്കെ ആരുടെ പേരിലെ ബാങ്കിൽ നിക്ഷേപിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചോടിക്കുന്ന സംരംഭം പോലെ കാശ് കൈകാര്യം ചെയ്യുന്ന ചുമതല ചേച്ചി ഏറ്റെടുത്തില്ലെങ്കിൽ അവര് കിട്ടുന്ന ലാഭം കൊണ്ട് ചിലപ്പോ മുങ്ങും. അയ്യടാ, എങ്കിലതൊന്നും കാണാലോ. ആഹാ, എന്നെ പറ്റിക്കാൻ നോക്കിയാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പബ്ലിക്കിന് മുമ്പ് വിളിച്ച് പറയും. ആ മരണ വീട്ടിൽ വിളമ്പാൻ കൊണ്ടുപോയ മാവുണ്ടല്ലോ, അത് പൂച്ച വീണ മാവാ. അങ്ങനെ എന്തെല്ലാം ചേച്ചി ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. പെട്ടെന്നൊരു ശോഭം വന്നുപോയി. ചേച്ചി ഒന്നും പേടിക്കണ്ടെന്ന്. അവരങ്ങനെ നമ്മളെ പറ്റിച്ച ഒരു ബിസിനസ് സീക്രട്ട് കൂടി ഞാൻ വെളിയിൽ കൊണ്ടുവരും. എന്ത് ബിസിനസ് സീക്രട്ട്?
5 സ്റ്റാർ ഹോട്ടലിലെ കുക്കാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ പാചകക്കാരനില്ലേ, അവൻ ഇവിടുത്തെ പഴയ റഷീദ് തന്നെയാ. ഈശ്വര, സമാധാനായി. ഒരു പ്രശ്നം വന്ന ചേർത്ത് നിൽക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടല്ലോ. മനോര, മായ ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ. ഇങ്ങോട്ടൊന്ന് വാ പെട്ടെന്ന്. മനോര, അയ്യോ. എന്താ എന്താ മണി കിടന്ന് നിലവിളിക്കുന്നേ? 16 അടിയന്തരം നടന്ന വീട്ടിൽ ഭക്ഷ്യവിഷബാധ. ഈശ്വരാ. ഭക്ഷ്യവിഷബാധയാണ് നമ്മളെല്ലാം കൊടുക്കും. ഇവിടുന്ന് കൊണ്ടുപോയി മാവ് ഉപയോഗിച്ചില്ല ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയേ. എന്റെ ദൈവമേ. അയ്യോ, ഇനി എന്ത് ചെയ്യും? മായേ, എന്റെ കൈയും കാലും ഒക്കെ കിടുകിടാന്ന് വിറയ്ക്കുന്നു. ചേച്ചി, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. അത് തന്നെ, ഫുഡ് പ്രോഡക്റ്റുകൾ ഇല്ലാത്ത ഏതെങ്കിലും ദേശത്ത് ചെന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടാനുള്ളതല്ല അല്ലേ ചേച്ചി? എന്നെനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ബാക്കി ജീവിതം ജയിലിൽ കിടക്കേണ്ടി വരുമോ മായേ? ജയിലിൽ കിടക്കാൻ പറ്റില്ല ചേച്ചി. അവിടെ പായും തലനൊന്നും ഇല്ലെന്നാ കേട്ടിട്ടുള്ളേ. എന്നാ മായ പറഞ്ഞതുപോലെ നമുക്ക് സ്ഥലം വിടാം. എല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം തിരിച്ചു വരാം. പോവാം. ആ, വാ, വാ. ചേച്ചി, എന്താടാ? അല്ല മറ്റേ അവിടത്തെ മണിയോ? ഏ? ഞങ്ങള് പോവാ. എവിടെ എവിടെ പോണ്? ആഹാരങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. ദേ, എന്റെ ചേച്ചി, നിങ്ങൾ നാട് വിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. പോലീസ് ആ ചായക്കടയിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ജപ്പാൻ സുലുവിന്റെ കെയർ ഓഫിലെ 16 അടി നടന്ന് വീട്ടിൽ മാവ് കൊടുത്തില്ലേ, പോലീസ് അങ്ങോട്ട് പോയിരിക്കാ. ആ ചായക്കടയിൽ മാവ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോ അതിനകത്തൊരു എലി വീണ്. ആ മാവാണ് വീട്ടിൽ കൊടുത്ത്. ഓ, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുവാ. എന്റെ ചേച്ചി, ആ ചായക്കടക്കാരനെ പോലീസ് പൊക്കി. സത്യമാണോ? സത്യമാണോ നിങ്ങൾ ഈ പറയുന്നേ? സത്യം ചേച്ചി, സത്യം. പിന്നെ നിങ്ങൾ പക്ഷെ സാക്ഷി പറയാനായിട്ട് കോടതിയിലോട്ടൊന്ന് പോവേണ്ടി വരും. അതിനെന്താ പോവാം. പിന്നെ ഏതായാലും വലിയൊരു പാഠം പഠിച്ചു. ഒരു ബിസിനസ് തുടങ്ങുമ്പോ നല്ല അറിവോടെ വേണം നമ്മൾ അതിന് ഇറങ്ങാൻ. ഏറ്റവും സത്യസന്ധമായിട്ട് വേണം ആ ബിസിനസ് ചെയ്യാൻ. അതെ, നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യം നമ്മൾ തന്നെ ചെയ്യണം. ദേഹം അനങ്ങാതെ ഇടനിലക്കാരിലൂടെ ലാഭം പ്രതീക്ഷിച്ചിറങ്ങിയാൽ ഇതുപോലെ നാടുവിടാൻ ഇറങ്ങേണ്ടി വരും. കോടതിയിലും പോകും, അല്ലേ? ആ ചേട്ടാ, ഈ അഡ്രസ്സിൽ കാണുന്ന ആളുടെ വീടെന്ന് പറഞ്ഞുതരൂ. ഇതറിയില്ലല്ലോ. ഓ, ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ആകെ 2 മാസത്തെ ലീവേ ഉള്ളൂ. അത് മിക്കവാറും ഈ വീട് തിരക്കി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും തീരുന്ന ലക്ഷണമാണ്. ഒരു ഗൾഫുകാരൻ നാട്ടിൽ അവധിക്ക് വരുമ്പോൾ നേരിടുന്ന ആദ്യത്തെ പ്രശ്നം ഇതാ. ഹലോ, ഡേയ് ഇവിടെ ഇനി വാ. എന്താ എന്താ പ്രശ്നം? ഈ സാധനങ്ങളും ലെറ്ററും അഡ്രസ്സുകാരൻ എത്തിച്ചു കൊടുക്കേണ്ട ജോലിയിലാ. അല്ല, താൻ ആരെ തിരക്കി ഇറങ്ങിയത്? അത് ഈ വൈകുണ്ഠം എവിടെയാ? അതങ്ങ് പരലോകത്തല്ലേ? ഞാൻ ചോദിച്ചത് വീട്ടുപേരാ. പൊന്നമ്മ, വൈകുണ്ഠം, ജവഹർ കോളനി, തിരുവനന്തപുരം. അത് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാ ചേട്ടാ. 4-5 മണിക്കൂറായി ഈ പൊരി വെയിലത്ത് ഞാൻ ഈ വീട് തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. നോക്കട്ടെ. പൊന്നമ്മ, വൈകുണ്ഠം. ഓ, നമ്മുടെ പൊന്നു ചേച്ചി. ഞാൻ അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് വരിക. നിങ്ങൾ ഗൾഫിൽ നിന്ന് വരിക? അതെ. തങ്കപ്പൻ പൊന്നമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങളും കത്തും തന്നിരുന്നു. അതൊന്നും അവരെ ഏൽപ്പിക്കണം. എന്നാ ഇത് പിടിച്ച വാ, ഞാൻ കാണിച്ചു തരാം. വളരെ ഉപകാരമായി ചേട്ടാ. വാ. ആ ചേച്ചി, പൊന്നു ചേച്ചി അകത്തുണ്ടോ? ആ ബെല്ലൊന്നടിക്ക് ബാലപ്പ, അകത്ത് കാണും. ഇതാരെന്ന് മനസ്സിലായ? നമ്മളെ തങ്കപ്പേണൻ ഇവിടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. സാറ് വരാറായ മോനെ? ഉടൻ വരും. ആ വന്നല്ല. ഓ, ഇതാണ് നിങ്ങളുടെ തങ്കപ്പേണന്റെ പൊന്നു ചേച്ചി, തങ്കപ്പേണന്റെ ഒരേ ഒരു ഭാര്യ. ഇതാരാണെന്ന് മനസ്സിലായ?
ഇല്ല. ഞാൻ തങ്കപ്പൻ ചേട്ടന്റെ അടുത്തുനിന്ന് വരിക. ദാ ഇത് ചേട്ടൻ തന്നയച്ച കുറെ സാധനങ്ങളാ. ആഹാ. അകത്തേക്ക് വാ. വാ ബാലപ്പ. വേണ്ട ചേച്ചി, ദാ ഇതെല്ലാം ഓരോരോ സ്ഥലത്ത് കൊടുക്കേണ്ട സാധനങ്ങളാ. പുള്ളി പറഞ്ഞത് നേരാ. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ലീവ് തീരും. പിന്നെ വേറൊരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. ഈ മാസം 22-ാം തീയതി തങ്കപ്പൻ ചേട്ടൻ അവധിക്ക് നാട്ടി വരുന്നുണ്ട്. ആഹാ. അയ്യോ, 22-ാം തീയതി പറഞ്ഞ ഡേറ്റിംഗ് എടുത്തില്ലേ? കൂടിപ്പോയാ 2.5 ആഴ്ച കൂടെ ഉള്ളിനി. അതെ അതെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. അല്ല, ഏതായാലും ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും തരാതെ വിട്ടാ തങ്കേട്ടൻ എന്നെ വഴക്ക് പറയും. ആ, അത് കറക്റ്റാ. വരൂ. വാ വാ വാ. തങ്കപ്പേണ്ണന് വിരുന്നുകാരെന്തെങ്കിലും കഴിക്കാതെ പോയാൽ ഭയങ്കര പരാതിയാണ് കേട്ടോ. തങ്കം ഗൾഫിൽ പോകുന്നതിന്റെ തലേ ദിവസം ഞാനുമായിട്ടൊരു പൊരിഞ്ഞ വഴക്ക് നടന്നു. എന്തിന്? ഗൾഫിൽ നിന്ന് വരുമ്പോ എനിക്കെന്ത് കൊണ്ടുവരണമെന്ന് അവനൊരു ചോദ്യം. ഞാൻ പറഞ്ഞു എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതിയെന്ന്. വില പിടിച്ച എന്തെങ്കിലും ആവശ്യപ്പെടണമെന്ന് അവൻ. സ്നേഹം മാത്രം മതിയെന്ന് ഞാൻ. ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ തർക്കമായിരുന്നു. തർക്കമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുപോലൊരു തർക്കം ഞാൻ കണ്ടിട്ടില്ല. മറ്റേ ഗിഫ്റ്റിന്റെ കാര്യത്തിലല്ലേ? അവസാനം ദാ അളിയൻ എനിക്കൊരു ടീഷർട്ട് കഴിഞ്ഞ ഓണത്തിന് ഒരാളിന്റെ കൈവശം കൊടുത്തയച്ചു. ഏതളിയൻ? നമ്മുടെ തങ്കളിയെ അല്ലാതാര്. തങ്കപ്പന് ഗൾഫിൽ പോകാൻ വിസ റെഡിയായപ്പോ നിന്റെ അടുത്തും വന്ന് ചോദിച്ചല്ലോ ഒരു 5000 രൂപ. നീ കൊടുക്കാവെന്ന് അന്ന് അവന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ലാസ്റ്റ് നിമിഷം നീ പറ്റിച്ചളഞ്ഞു. അതിലവന് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കാശ് കൊടുത്തില്ലെങ്കിൽ എന്ത്? അപ്പൊ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടില്ലേ? ഇവിടെ ഉണ്ടായിരുന്നപ്പോ നിങ്ങളും ആ രവിചന്ദ്രൻ നേതാവും കൂടി ആ പാവത്തിനെ കുറേയിട്ട് വെള്ളം മുടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും അവൻ മറക്കൂല. അത്രയ്ക്ക് ക്രൂരതയാ നിങ്ങളും ആ രവിചന്ദ്രനും കൂടെ കാണിച്ചത്. എടാ മണിയാ, അത് വെറും രാഷ്ട്രീയമാണ്. തങ്കനൊരു പാർട്ടി, ഞാനൊരു പാർട്ടി. പക്ഷെ ഞങ്ങൾ തമ്മിൽ കാണുമ്പോ ഉണ്ടല്ലോ ഭയങ്കര സ്നേഹമാണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റൂല. കാര്യം എന്തായാലും നമ്മൾ ഈ കോളനിയിൽ അടിച്ചു പൊളിച്ച് ഒരുമിച്ച് വളർന്നതല്ലേ. അതെ. തങ്കം വരുമ്പോ ചെലവഴിക്കണം. വന്ന ഉടനെ തങ്കനെയും കൊണ്ട് വാട്ടർ തീം പാർക്കിലൊക്കെ ഒന്ന് പോകണം. അവിടെ ഈ മണലാരണത്തിൽ കിടന്ന് പണിഞ്ഞ് മെന്റൽ റിഫ്രഷ്മെന്റ് ഒന്നും ഇല്ലെന്ന്. പിന്നെ ഈ വാട്ടർ തീം പാർക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം, അവന്റെ അവധി തീരുന്നത് വരെ അവന്റെ ചെലവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത് വേണോ? ആദ്യമായിട്ട് അവധിക്ക് വരുന്നതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ അവധിക്കാലം അവൻ മറക്കാൻ പാടില്ല. അവന്റെ ഓർമ്മയിലും അത് ഭയങ്കരമായിരിക്കും. ഒരു പ്രശ്നമുണ്ട്. എന്ത്? തങ്കം വരുന്നു എന്നറിഞ്ഞ് നാടിന്റെ പല ഭാഗത്തുള്ള ബന്ധുക്കൾ അവന്റെ വീട്ടിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. അതെ, നിങ്ങളൊന്ന് വേഗം നടക്ക്. ആ കൊല്ലംപറമ്പിലെ രമണിയും ഭർത്താവും എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ആരെത്തിയാലും നമ്മൾ രണ്ടാളിനോടും അവർക്ക് പ്രത്യേക കാര്യമാണ്. എന്റെ ഈ കൈ കിടന്ന് അവൻ വളർന്നത്. അവന്റെ സ്വന്തം മാമനും മാമിയല്ലേ. പെട്ടി തുറക്കുമ്പോ നമ്മൾ അവിടെ കാണണം. അത് പിന്നെ വേണ്ടേ, അല്ലെങ്കിൽ ശരിയാവൂല. അതെ, ആദ്യത്തെ വരവല്ലേ, ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ടുവരും. അവനവിടുത്തെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ ജോലി. അപ്പൊ ഇവിടെയും വലിയ പരിശോധനയൊന്നും കാണൂല. കണ്ടമാനം സാധനങ്ങൾ കൊണ്ടുവരാം. ഒരു 10 പവൻ ചോദിക്കണം നമ്മുടെ സുനിതയുടെ കല്യാണത്തിന്. പിന്നെ ചെറുക്കൻ ഒരു വിസ. ഒന്നും മറക്കരുത്. ചോദിക്കാനുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റ് എഴുതി വെക്കേണ്ടതായിരുന്നു. ലിസ്റ്റ് ഒന്നും വേണ്ട, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. വരണം. അത് മതി, അത് മതി. സുകുമാരി ചേച്ചി അരവിന്ദേട്ടനും എപ്പ തിരിച്ചു? നീ എപ്പ എത്തി? ഞാൻ ഇന്നലെ എത്തി. ബോംബെന്ന് ബാബൂട്ടനാ വിളിച്ചു പറഞ്ഞത് തങ്കൻ 22-ാം തീയതിക്ക് മുമ്പേ വരുമെന്ന്. നിങ്ങളും അവൻ വരുന്നത് കണക്കാക്കി ഇറങ്ങിയതല്ലേ? ഏയ്, ഞങ്ങൾ ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാ. വന്നപ്പോ പൊന്നുമോളെ കൂടെ ഒന്ന് കണ്ടേച്ച് പോവാന്ന് കരുതി. ഈ പെട്ടിയും പ്രമാണമൊക്കെ കൊണ്ടാണോ കല്യാണത്തിന് പോയത്? എന്നോട് എന്തിനാ ചേച്ചി കള്ളം പറയുന്നേ? ചേച്ചി പൊന്നുവിനെ കാണാൻ തന്നെ ഇറങ്ങിയത്. തങ്കൻ ഗൾഫിന്ന് വരുമല്ലേ? അല്ല, നീ ഇതിത്ര ചകഞ്ഞ് ചോദിക്കുന്ന എന്തിന്? നീയും പേർഷ്യക്കാരും വരുമെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലേ? മാമനും മാമി എത്തിയോ? അറിഞ്ഞോ തങ്കേട്ടൻ 22-ാം തീയതി വരുന്നു? ഈ രമണി പറഞ്ഞപ്പോഴാ ഞങ്ങൾ അറിഞ്ഞത്. ഇവളൊരാഴ്ച മുമ്പ് എത്തിയല്ലേ? ഏയ്, ഇന്നലെ വന്നേ ഉള്ളൂ. ഇനി 1.5 മാസം ഇവിടെ കാണുമായിരിക്കും. എത്ര ദിവസം കാണുമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ കേറിയിരിക്കെ, ഞാൻ അടുക്കളയെ കുറച്ച് പണിയിൽ നിൽക്കായിരുന്നു. അതെ, അടുക്കളയെ കിടന്ന് നീ ഒറ്റയ്ക്ക് പാടുവരണ്ട. എവിടെ അടുക്കള? ഞാൻ പിന്നെ എന്തിനു വന്നു? മോളെ പൊന്നു, എന്താ മാമ? മോക്കറിയാവോ എന്ത്? എന്റെ ഈ കൈകളിൽ കിടന്നാണ് തങ്കം വളർന്നത്. ആണോ? എന്നാ മാമ വാ. വാ.
ഓ വന്നു കേറിയില്ല, അതിനു മുമ്പ് പരിശോധനയും തുടങ്ങി. എന്റെ ചേച്ചി അതൊക്കെ അവിടെ വെച്ചിട്ട് വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. അതിന് നിന്റെ ഓർഡർ ഒന്നും വേണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. മോളെ, നമുക്ക് കുറച്ച് മാമ്പഴം മേടിക്കണം. എന്തിനാ? നട്ടുച്ചയ്ക്ക് വെട്ടിപ്പുള്ളി തിന്നാനോ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഇങ്ങോട്ട് മാറിയില്ലടി, മാറി ഇങ്ങോട്ട്. ദേ മോളെ, എവിടുന്ന് കിട്ടി ഇവളെ? ബഹുമാനിക്ക് അറിഞ്ഞൂടാത്തവള്. തങ്കൻ വന്ന ഉടനെ ഇവളെ എവിടുന്ന് പറഞ്ഞയക്കണം. ശരി ശരി, എന്തായാലും തങ്കച്ചേട്ടൊന്ന് വന്നോട്ടെ. മാമി പോയി ഓ വിശ്രമിക്കും. ശരി, ഞാനേ ഇപ്പൊ വരാമേ. ഓ എവിടുന്ന് വലിഞ്ഞേറി വന്നോന്തോ. വെളിയിലേറെ വന്നു തോന്നുന്നു, നോക്കട്ടെ. ആ. ആഹാ, ആരത്? സുമയോ? വാ വാ. അതെ, ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. എന്താ പൊന്നു, അകത്ത് വിരുന്നുകാരുള്ള ലക്ഷണമുണ്ടല്ലോ. ആ, എന്റെയും തങ്കേട്ടന്റെ ചില ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ആഹാ, അല്ല വിശേഷം വല്ലതും ഉണ്ടോ? ആ, തങ്കേട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നു. അയ്യോ, എന്നാ വരുന്നത്? ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. 22-ാം തീയതി വരും. ഓ, സുമ വാ. ആ.